തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി 2 പ്രാവശ്യം പാർലമെന്റിൽ എഴുന്നേറ്റത് കേട്ടോ. What is your issue? AOP has to intervene. Rahul Gandhi. Speaker sir, thank you for letting me raise this issue of pollution in our major cities. Most of our cities, major cities, are living under a blanket of poisonous air. അതായത് ഒരു പ്രധാനമന്ത്രിയുടെ പണി അതല്ലെങ്കിൽ നമ്മുടെ ഭരണപക്ഷത്തിന്റെ പണി ഒരു ഭാഗത്ത് നടക്കുന്നില്ല എന്നുള്ളതിന് ഒരു ഉദാഹരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. പല ഡിസ്കഷനും നമ്മൾ കണ്ടു. വന്ദേ മാതരത്തിന്റെ പിന്നാലെ മാത്രം പോയിട്ട് അതുപോലും തെറ്റിച്ച് പറഞ്ഞ് വന്ദേ ഭാരതാക്കിയ നമ്മുടെ പ്രധാനമന്ത്രിയും അത് എഴുതിയ ആളുടെ പേര് പോലും മര്യാദയ്ക്ക് ഉച്ചരിക്കാൻ പറ്റാണ്ട്, അല്ലെങ്കിൽ തല ചൊറിഞ്ഞ് രാഹുലിന്റെ വാദഗതികൾ കേട്ടിട്ട് രാഹുലിന്റെ വെല്ലുവിളി കേട്ടിട്ട് തല ചൊറിഞ്ഞ് സാലെ എന്ന് വരെ തെറി വിളിച്ച ഒരു ഹോം മിനിസ്റ്ററെയും നമ്മൾ ഇന്നലെയൊക്കെ കണ്ടു. अब चुनाव आयोग ने तो निर्णय कर दिया, मगर मैं भी साहब थोड़ा ज्यादा सोचता हूँ, तो मैंने सोचा साला ये चुनाव आयोग कहता है कुछ नहीं हो रहा है, कुछ नहीं हो रहा है, तो ये लोग आरोप क्यों लगा रहे हैं? मान्यवर मेरे शब्द कोई ऐसे हो तो काट दीजिए. काट दिया. അതല്ലാണ്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു നാട്ടിൽ നടക്കുന്ന ഒരു കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനും ഈ പറഞ്ഞ ഭരണപക്ഷത്തിന് ഒരു വാക്ക് പോലും ഉണ്ടായിരുന്നില്ല പാർലമെന്റിൽ. പ്രതിപക്ഷം ഉന്നയിച്ച ചില കാര്യങ്ങൾക്ക് അവിടെയും ഇവിടെയും തൊടാത്ത മറുപടി പറയാന്നല്ലാണ്ട് ഒരു കാര്യത്തിലും എങ്ങനെ പറഞ്ഞു തീർക്കണം എന്നറിയാം. നമ്മുടെ പാർലമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചന്ത പോലെ ആവുന്ന രീതിയിലോട്ട്, അതായത് ഏതെങ്കിലും അവസ്ഥയിൽ ഈ പറഞ്ഞ പ്രതിപക്ഷം ഏതെങ്കിലും കാര്യങ്ങളെ പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും മൈൻഡ് ചെയ്യാണ്ട് കണ്ട നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്ത് അതിലൂടെ ജനങ്ങളുടെ മനസ്സിലോട്ട് ഒരു വികാരം ഉണ്ടാക്കിയിട്ട് മുസ്ലിം ഹിന്ദു ഈ തമ്മിൽ അടികൂടുക, ജാതി പറഞ്ഞ് അടികൂടുക എന്നുള്ള ഒരു തരം ചെറ്റ ഭരണപക്ഷത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. പച്ചക്ക് പറയണം, അതിനേക്കാൾ അപ്പുറത്ത് പറയണമെന്നുണ്ട്, പക്ഷെ പറയുന്നില്ല. അപ്പൊ ഇന്നും അതുപോലെ തന്നെ ആയിരുന്നു. രാഹുൽ ഗാന്ധി 2 പ്രാവശ്യം എഴുന്നേറ്റിരുന്നിട്ടാണ് സ്വന്തം സ്ലോട്ടിലല്ലാത്ത സമയത്ത് പോലും എഴുന്നേറ്റ് ചില കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ രാജ്യ തലസ്ഥാനം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അവിടുത്തെ പൊല്യൂഷൻ, മലിനീകരണം എത്രത്തോളം ഉണ്ട്, AQI ഇൻഡെക്സ് എത്രത്തോളം ഹൈയിലാണ്. അവിടുത്തെ ആളുകളുടെ ഒരു ശരാശരി കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 20ഓളം സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ് അവിടുത്തെ പുക അല്ലെങ്കിൽ അവിടുത്തെ വായു ശ്വസിക്കുന്നത്. ഇപ്പോഴത്തെ ഇതിനെപ്പറ്റി ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യണമെന്നും പറഞ്ഞ് നമ്മുടെ ഭരണപക്ഷം ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ കണ്ണടച്ചിരിക്കുന്ന ഒരു അവസ്ഥയെ നമ്മൾ കണ്ടു. അതിന് ഭയങ്കര വിപരീതമായിട്ട് രാഹുൽ ഗാന്ധി ഇന്ന് അതിൻ്റെ എഴുന്നേറ്റ് തനിക്ക് അല്ലാത്ത സമയത്ത് പോലും എഴുന്നേറ്റ് അതിനെപ്പറ്റി സംസാരിച്ചത് നമ്മൾ കണ്ടത്. അതായത് അതിൻ്റെ ഒരു വിശകലനം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളതിങ്ങനെ ജസ്റ്റ് വായിച്ചിട്ട് നമ്മൾ അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അതായത് അന്തരീക്ഷ മലിനീകരണം പാർലമെന്റിൽ ഉന്നയിക്കാൻ അപ്രതീക്ഷിത നീക്കം ഉണ്ടായിട്ടുള്ളത്. അതായത് ചോദ്യോത്തരവേള അവസാനിച്ചതിന് ശേഷം സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി രാഹുൽ ഗാന്ധി പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടായിരുന്നത്. അതായത് രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെ അന്തരീക്ഷ മലിനീകരണത്തെ കുറിച്ചായിരുന്നു രാഹുൽ ഗാന്ധി സംസാരിച്ചത്. Rahul Gandhi. Speaker sir, thank you for letting me raise this issue of pollution in our major cities. Most of our cities, major cities, are living under a blanket of poisonous air. നമുക്കറിയാം, നമ്മുടെ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഊപ്പി എന്ന് സ്വയം എന്താ പറയുക ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിച്ച് പോയ ഒരു വിഡ്ഢി കൂഷ്മാണ്ഡമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അല്ലെ. ഊപ്പിയിലോട്ട് നോക്കാനാ പറഞ്ഞത്. ഊപ്പിയുടെ അവസ്ഥ എന്താന്നുള്ളത് ഊപ്പി എന്ന് പറഞ്ഞാൽ പോരാ, ഇന്നത്തെ UP എന്താണെന്ന് നിങ്ങൾ പോയി കണ്ട് മനസ്സിലാക്കണം. രാജ്യത്തെ ഏറ്റവും മലിനീകരമായിട്ടുള്ള സിറ്റികളിൽ ആദ്യത്തെ 4 സിറ്റിയും ഈ പറഞ്ഞ ഊപ്പിയിലാണ് എന്നുള്ളത് ഈ പറഞ്ഞ അറിഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ സത്യം. ഇതിനെ നമ്മൾ ഊക്കനെന്ന് പറയും അല്ലേ. അത് പോട്ടെ, അത് അങ്ങനെ 100 കാര്യങ്ങൾ ഊപ്പിയിലെ അവസ്ഥകൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ 1-2 കാര്യങ്ങൾ വെച്ചിട്ട് ഊപ്പിനെ അങ്ങ് കമ്പയർ ചെയ്യാം നമ്മുടെ കേരളത്തിനും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട്. ഏതാണെങ്കിലും ഈ മക്കളോട് പറയാനുള്ളത് ഊപ്പിയുടെ അവസ്ഥ അടക്കം അതുപോലെ തന്നെ ഡൽഹിയുടെ അവസ്ഥ അടക്കം രാഹുൽ ഗാന്ധി ഇന്ന് സഭയിലോട്ട് എടുത്തിട്ടാണ് ചെയ്തിരുന്നത്. This is not a ideological issue. This is everybody in this house would agree that air pollution, the damage it is doing to our people, is something that we would like to cooperate on. അത് രാഹുൽ ഗാന്ധിയുടെ സംസാരം എങ്ങനെയായിരുന്നു? വിഷലിപ്തമായ വായു രാജ്യത്തെ പ്രധാന നഗരങ്ങൾ, പ്രത്യേകിച്ച് ഡൽഹി NCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഊളയായിട്ടുള്ള നമ്മുടെ എന്താ പറയാ നമ്മുടെ സുരേഷ് അണ്ണൻ പറഞ്ഞത് എന്തായിരുന്നു?
രാജ്യത്തെ ഡൽഹിയിൽ, ഹരിയാനയിലും രാജസ്ഥാനിലും യു പിയിലും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള റെയിൽവേ, അതാണ് മെട്രോ എന്നും പറഞ്ഞ് ഊക്കിയിരുന്നു. ആ പറഞ്ഞ അതിനുള്ള മറുപടി നമ്മൾ അന്നേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞ ഡൽഹി NCR, ഈ പറഞ്ഞ ആ ഒരു ചെറിയ സറൗണ്ടിങ്, ആ ചെറിയൊരു സറൗണ്ടിങ്ങിലെ കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. പ്രധാന നഗരങ്ങളായിട്ടുള്ള ഡൽഹി NCR വിഷലിപ്തമായ വായു പുതപ്പിനടിയിലാണ് എന്നാണ് പുള്ളി പറയുന്നത്. അതായത് ഒരു ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിലാണ്, ഒരു വിഷം കൊണ്ട് ഒരു ബ്ലാങ്കറ്റ് മൂടിയിട്ടാൽ എങ്ങനെ ഇരിക്കും, അതിൻ്റെ അകത്താണ് നമ്മുടെ ഈ ഒരു ഡൽഹി തലസ്ഥാനം, ഡൽഹി NCR നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ഇരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ആരോഗ്യ അടിയന്തരാവസ്ഥ, മലിനീകരണം ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നതും ഡൽഹി NCRലെ ഡോക്ടർമാർ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല ഡോക്ടേഴ്സും അവിടുത്തെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു അവസ്ഥ, ഒരു സത്യമായ അടിയന്തരാവസ്ഥ എങ്ങനെ, അതേ അവസ്ഥയിലാണ് അവിടുത്തെ ആളുകളുടെ ആരോഗ്യസ്ഥിതി എന്നാണ് ഡൽഹിയിലുള്ള ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. Millions of children are getting lung disease. Their future is being destroyed. People are getting cancer. Older people are struggling to breathe. This is a interesting issue because I'm certain that there will be full agreement between the government and us on this issue. അത് മാത്രമല്ല, ദശലക്ഷക്കണക്കിന് കുട്ടികൾ ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവിടെ. അതുപോലെ വൃദ്ധർക്ക് ശ്വാസം മുട്ടൽ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ലങ്സ് ഇഷ്യൂസും അവിടെ ഒരുപാട് ഭയങ്കര ഹൈ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സഹകരണത്തിനുള്ള ആഹ്വാന പദ്ധതിയും ആവശ്യകതയും, അതായത് രാഷ്ട്രീയം മാറ്റി നിർത്തി, രാഷ്ട്രീയം ഒഴിവാക്കി ഇക്കാര്യത്തിൽ. I think it's important that the government develops a plan for how to get rid of air pollution in our cities. We are more than happy to cooperate with the government on developing such a plan. There are not many issues these days that the government and the entire opposition can agree on, and I think it's a very good idea that we have at least one. You are rightly said, but during 0 hour, Sir, let me finish. I think so there is a time constraint. If you want to bring some resolution under any appropriate law, so speaker will allow for a debate for the, I think, Let me just kindly make it brief. Let me conclude. Please. So I think അന്തരീക്ഷ മലിനീകരണം എന്ന് പറഞ്ഞ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രശ്നമില്ല. പകരം എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് പരിഹാരം കാണേണ്ട ഒരു നിർണായക വിഷയമാണ്. സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ പരസ്പരം പഴി ചാരാതെ സഹകരിച്ച് പ്രവർത്തിക്കാം എന്നാണ് രാഹുൽ ഗാന്ധി അത്രയും ബോൾഡായിട്ടുള്ള, അത്രയും നല്ലൊരു സംസാരം അവിടെ സംസാരിച്ചത്. നമ്മുടെ ഭരണപക്ഷവും പ്രധാനമന്ത്രി ഒക്കെ പറയും, പ്രധാനമന്ത്രി ഒരു ദിവസം വന്നിട്ടുള്ളൂ, പിന്നെ ആ വഴിക്ക് മഷിയിട്ട് നോക്കിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ താടി പോലെ വഴി കണ്ടിട്ടില്ല കേട്ടോ. വേറെ കാര്യം, ഒരു ദിവസം വന്ന് കുറെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞ് ഊക്ക് വാങ്ങി പോയത്, അതിനുശേഷം പിന്നെ ആ വഴിയിലോട്ട് വന്നിട്ടില്ല. അപ്പം സംസാരിക്കേണ്ടത് പ്രതിപക്ഷമാണ്, സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടാത്തൊരു അവസരത്തിൽ, അല്ലെങ്കിൽ തന്റെ സ്ലോട്ട് പോലെ അല്ലാത്തൊരു സമയത്ത് രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നിന്നിട്ടാണ് ഇന്ന് ഈ കാര്യങ്ങൾ സഭയിലോട്ട് എടുത്തിട്ടത്. I think this is an issue where, everybody says government opposition fighting all the time. This is one issue where we can show the country that we can also plan and work together to solve something that is critical. I think the government should have a discussion in Parliament. We should all have a discussion in Parliament, and we should try and not make it a discussion where we are abusing you and you are abusing us. I think we should make it a discussion where we are participating, we are showing the country that on this fundamental issue there is agreement, and the best minds are going to be put into place to solve this issue. Thank you. I think it would be good if we have a discussion, detailed discussion, and then the Prime Minister puts in place a plan for each city, methodical, systematic plan on how within the next 5 or 10 years, maybe we cannot resolve the problem, but how we are going to impact the problem and make life for our people easier. Thank you, Speaker. അപ്പം ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷം എന്നുള്ള രീതിയിലല്ല, ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഇരുന്ന് സംസാരിക്കേണ്ടതാണെന്നാണ് രാഹുൽ ഗാന്ധി ഇതിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം സമഗ്രമായൊരു പദ്ധതി വേണം എന്നായിരുന്നു ആഹ്വാനം ഉണ്ടായത്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ഒരു സൂക്ഷ്മവും ചിട്ടയുമായിട്ടുള്ള ഒരു പദ്ധതി ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. അടുത്ത 5 മുതൽ 10 വർഷത്തിനുള്ളിൽ എങ്ങനെ മലിനീകരണത്തെ നിയന്ത്രിക്കാം എന്നുള്ള, ഒരു ജനജീവിതത്തിനെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള വ്യക്തമായ പദ്ധതി ഓരോ നഗരത്തിലും ഉണ്ടാക്കണം, അവിടെ നമ്മൾ ഫോം ചെയ്യണം എന്നും രാഹുൽ ഗാന്ധി ഇന്നത്തെ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന് സർക്കാരിൻ്റെ പ്രതികരണമാണ് നമ്മൾ പറയാൻ പോകുന്നത്.
വീണ്ടും പറയാം, നമുക്ക് അതിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ പാർലമെന്ററി കാര്യമന്ത്രി റിജു ആണ് ഫസ്റ്റ് ചെയ്യുന്ന ഇതിനുള്ളൊരു ഓപ്ഷൻ പറഞ്ഞത്. പുള്ളി പറഞ്ഞത് വേറെ ഒന്നുമില്ല, സർക്കാരിന്റെ പ്രതികരണം രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു എഴുന്നേറ്റ് എല്ലാ പ്രാഥമിക വിഷയങ്ങളിലും ചർച്ച ചെയ്യാനും പരിഹാരം കണ്ടെത്താനും സർക്കാർ തയ്യാറാണ്. ഈ വിഷയം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി, അതായത് BSEക്ക് ചർച്ച ചെയ്യാമെന്നും അദ്ദേഹം അറിയിച്ച് പുള്ളി അങ്ങിരുന്നു. അതായത് ഒരു ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ ഈ കാര്യം ചർച്ച ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. പുള്ളി അവിടെ ഇരുന്നു. പക്ഷേ അതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു പ്രതികരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നായിരുന്നു ഏറ്റവും എന്താ പറയുക കോമഡി ആയിട്ടുള്ള മറ്റൊരു കാര്യം. അതായത് രാജ്യത്തെ ജനങ്ങൾക്ക് ശുദ്ധവായു നൽകാൻ സർക്കാർ കഴിയുന്നില്ലെങ്കിൽ മറ്റ് വിഷയങ്ങളെക്കുറിച്ച് വലിയ അവകാശവാദങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ലെന്ന് രാഹുൽ ഗാന്ധി മറ്റ് പ്രതിപക്ഷം കാണാൻ നമുക്കൊക്കെ മനസ്സിലാവില്ലേ? Leader of the opposition Rahul Gandhi ji has made a statement in the form of suggestion. The member of the Congress party in the Business Advisory Committee had also raised this issue and some other parties, and from the government side also. And government from the day one had made our position very clear that on all important matters, government is ready to discuss and also to find out solutions, taking along the suggestions from all the members, including the principal opposition party led by Rahul Gandhi ji. So the matter was placed in the Business Advisory Committee as we had discussed about the election reforms, including the special intensive revision. Under the various laws, various rules, we will see how we will take up this discussion. But we will, please. The matter was brought in the BSE, so if he is responding on during 0 hour, you can understand. Government is ready to discuss. No, you can understand. Government is always prepared to have discussion under any rule, but only what the point I want to make is, since the matter was brought in the BSE, we will come back and let us see how we can structure the discussion into, and then we are ready to take up this matter. धन्यवाद. പരിസ്ഥിതി മന്ത്രിയുടെ പ്രസ്താവന, അതായത് 2025 നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എടുക്കുന്ന സമയത്ത് എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ AQI എടുക്കുന്ന ഒരിക്കലും 455ന്റെ 450 ക്രോസ് ചെയ്ത് പോയിട്ടില്ല. അത് 200-അടുത്ത് മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട്, അതായത് 10 എണ്ണം ചത്തില്ല, 8 എണ്ണേ ചത്തുള്ളൂ, അവൻ വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു ഒരു ഉദാഹരണം ആ രീതിയിലാണ് മുന്നോട്ട് പോയത്. 2025 के दौरान दिल्ली में एक भी दिन AQI 450 नहीं हुआ है. प्रमोद जी, 2016 में जो AQI जिसको 200 कहते हैं, मतलब अच्छे दिनों की संख्या जो 110 होती थी, 110, 2026 में वो संख्या बढ़कर के 200 हो गई है. इस वर्ष जनवरी नवंबर की अवधि में दिल्ली का औसत AQI जो 2018 में 213 था, वो कम होकर के 187 हुआ है. 2025 के दौरान दिल्ली में एक भी दिन AQI 450 नहीं हुआ है. हम उसको कंट्रोल रखने में सक्षम हुए हैं, बल्कि केवल 3 ही रहा. ഈ AQI 200 പോലും എത്ര ഹൈ ആണെന്ന് നമ്മുടെ പരിസ്ഥിതി മന്ത്രിക്ക് അറിയാത്തത് കൊണ്ടല്ല, പിന്നെ സ്വയം ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ രാജ്യത്ത് ഏതൊരു ചർച്ച ചെയ്യുമ്പോഴും ഇവന്മാരുടെ ഈ ഊളത്തരവും വിഡ്ഢിത്തരവും വിളിച്ചു പറയുന്ന രീതിയിലുള്ള ഒരു കാര്യം അത്ര തന്നെ ഇതിലും നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ 200 പോലും എത്ര ഹൈ ആണെന്ന് നമുക്കറിയാം. അതുപോലെ ഡൽഹി മുഖ്യമന്ത്രിക്ക് AQI എന്താണെന്ന് പോലും അറിയില്ല എന്നുള്ളത് നമ്മൾ പല പ്രസ്താവനകളിൽ മന്ത്രിയുടെ, അതായത് രേഖാ ശർമ്മയുടെ പല പ്രസ്താവനകൾ നമുക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഈ AQI കുറയ്ക്കാൻ വേണ്ടിയിട്ട് AQI മീറ്റേഴ്സ് ബോർഡ്, അല്ലെങ്കിൽ എന്താ പറയുക, പരിസ്ഥിതി മലിനീകരണ ബോർഡിന്റെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ AQI ഇൻഡെക്സുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പിൽ വന്ന് വെള്ളമടിച്ചിട്ടും അതിന്റെ ചുറ്റുവട്ടത്ത് മാത്രം വെള്ളമടിച്ച് അന്തരീക്ഷത്തിൽ വെള്ളമടിച്ച് പോയിട്ടുള്ള വിദ്വാൻമാരാണ് നമ്മുടെ ഡൽഹിയിലുള്ളത്. ഈ ഡൽഹിയിൽ പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ പറയുന്ന സമയത്ത് കെജ്രിവാളിന്റെ കുറ്റം പറഞ്ഞില്ല, കെജ്രിവാളുള്ള സമയത്ത് ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നും പറഞ്ഞിട്ട് വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞിട്ട് AQI ഇൻഡെക്സ് പോലും റോങ് കാണിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു വൃത്തികെട്ട മാക്രി കൂട്ടങ്ങളാണ് ഡൽഹി ഭരിക്കുന്നത്, നമ്മുടെ കേന്ദ്രം ഭരിക്കുന്നത്. അതിപ്പം ഡൽഹിയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും UP-യിലാണെങ്കിലും അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചോളാം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ മോദിജിയുടെ ഗിമിക്കുകൾ കണ്ടിട്ട് വീണ് അവസാനം സ്വന്തം ആരോഗ്യവും സ്വന്തം എല്ലാ രീതിയിലും എല്ലാ അവസ്ഥയിലും ഒരു വൃത്തികെട്ട അവസ്ഥയിലോട്ട് ജനജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഈ ജനങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല, അന്ധഭക്തന്മാരാണുള്ളത്.
നമ്മുടെ കേന്ദ്രമന്ത്രി പോലും പരിസ്ഥിതി മന്ത്രി പോലും 450 പോയിട്ടില്ലല്ലോ, 200 ആയിട്ടുള്ളൂ. അതായത് 10 ചത്തിട്ടില്ലല്ലോ, 8 ആയിട്ടുള്ളൂ. കുറച്ചുകൂടി കഴിക്കട്ടെ, നമുക്ക് നോക്കാം. അതുവരെ ഈ പറഞ്ഞ ഈ രാജ്യം ഭരിക്കുന്നതിൽ കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. ഇനി അവിടുത്തെ സർക്കാരും BJP ആണ്, ഇനി രാജ്യം ഭരിക്കുന്ന BJP. എന്നിട്ട് പോലും ആ സ്ഥലത്തിട്ട് അവിടുത്തെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഈ പറഞ്ഞ പ്രതിപക്ഷം പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ പോലും ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കാം, അതല്ലെങ്കിൽ ഇത്രയൊന്നും ആയിട്ടില്ല, ഇത്ര ആയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്ര നീചമായിട്ടില്ലേ? അത് ഒരു ഉത്തരവാദിത്വം, രാജ്യത്തിനെ പറ്റി ഒരു ഉത്തരവാദിത്വം ഇല്ല. പാർലമെന്റിൽ ഇത്രയും ദിവസം സംസാരിച്ചാൽ കാര്യപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാൻ പോലും ഇവർക്ക് വയ്യ. എന്തെങ്കിലുമൊക്കെ വന്ദേമാരത്തിന്റെ പിന്നാലെ പോയി നടന്നുകൊണ്ടിരിക്കുക. അതുപോലും മര്യാദയ്ക്ക് പറയാൻ പറ്റില്ല, അതുപോലെ എഴുതിയ ആളെ പറ്റാൻ പറ്റില്ല. ആ പറഞ്ഞത് പോട്ടെ, അതുപോട്ടെ, നമ്മുടെ ദേശീയ ഗാനം, നമ്മുടെ ജനഗണമന പോലും എന്താ പറയുക സപ്പോർട്ട് ചെയ്യില്ല, അതുപോലും അംഗീകരിക്കാത്ത ഈ സംഘപരിവാണങ്ങളാണ് ഈ സംസാരിക്കുന്നത്. ത്രിവർണ്ണ പതാക പോലും അംഗീകരിക്കാത്തവന്മാരാണ് ഈ പറഞ്ഞ് ചലച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗാളിലെ വോട്ട് കിട്ടണം, ഈ ചിന്ത മാത്രം. ഈ വോട്ട് കൊടുക്കുന്നവരെങ്കിലും മനസ്സിലാക്കുക കാര്യങ്ങൾ. ഇവന്മാർ നമ്മളെ തേച്ചിട്ടേ പോകുന്നുള്ളത്. തേച്ച് വെളുത്ത് മിനുക്കി ഒന്നും അല്ലാത്തൊരു അവസ്ഥയിലോട്ട് രാജ്യത്തിന് വെച്ച് കഴിയും. അന്ന് അന്ധഭക്തന്മാരുടെയൊക്കെ കുണ്ടിയിൽ കുരുപൊട്ടും. കണ്ടോ? I think a good idea would be that we frame the discussion not on us saying what you have not done and not on you saying what we have not done, but simply saying that what are we going to do for the people in India in the future, what are the action steps that we need to take. So I would say that would be an interesting experiment to see if instead of you blaming us and we blaming you, we can try and say on this one issue where we agree, there's no disagreement, there we say, listen, let us just talk about the future of the people. It is not a question of any blame game. I think so. Minister, Parliamentary Affairs Minister, you also responsible. Can kindly anybody wants to bring, so in any form of the resolution and in BSc will take decision under the leadership. പ്രതിപക്ഷം പറയാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, ഭരണപക്ഷം അത് ഏറ്റെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ചെയ്തു കൊടുക്കുന്നുണ്ട് നമുക്കറിയില്ല. കഴിഞ്ഞ ഒരു വീഡിയോ ഇതിൻ്റെ ഇടയ്ക്ക് പ്രചരിച്ചിരുന്നു. അതായത് ഡൽഹിയിൽ രാഹുൽ ഗാന്ധി, നമ്മൾ പല സ്ത്രീകളും ഒന്ന് രാഹുൽ ഗാന്ധിനോട് ഞങ്ങളുടെ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്, വായുമലിനീകരണം എത്രത്തോളം ഉള്ളത്, നിങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കണം എന്നും പറഞ്ഞിട്ട് കുറേ പേര് വന്നിരുന്നു. അത് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എന്നല്ല, അങ്ങനെ അവിടുത്തെ അവസ്ഥകൾ കണ്ടിട്ട്, ജനങ്ങളുടെ അവസ്ഥ കണ്ടല്ല, അവിടെ ജീവിക്കുന്ന ഈ ആളുകളുടെ സ്വയം അവസ്ഥകൾ കണ്ടിട്ട് രാഹുൽ ഗാന്ധി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാർലമെന്റിൽ പറയേണ്ട പോലെ പറയുന്നുണ്ട്. ഇനി ഇതൊക്കെ കേട്ടുന്ന ഈ മരമണ്ടന്മാരായതുകൊണ്ട്, ഈ അന്ധഭക്തരാണ് രാജ്യം ഭരിക്കുന്നതുകൊണ്ട് ഇവന്മാർക്ക് എത്രത്തോളം തലേ കയറുന്നുള്ളത് അറിയില്ല. കണ്ടു തന്നെ അറിയേണ്ടി വരും എന്താണെന്നുള്ളത്.